ബാലയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയാണ് അഖണ്ഡ 2. ഇതിനകത്ത് കാട്ടിക്കൂട്ടി എല്ലാ സീൻ ബൈ സീനും നമുക്ക് നോക്കാം. സോ ഈ പടം തുടങ്ങുന്നത് തന്നെ കഴിഞ്ഞ സിനിമയിൽ കാണിച്ചു കൂട്ടിയതെല്ലാം ഓർത്ത് നമ്മുടെ ബാലയെ ഒളിവിന് പോവാണ്. അങ്ങനെ എവിടെ പോകുന്നു വിചാരിച്ചിരുന്ന സമയത്താണ് ഇത്രയും കാലം നാട്ടുകാരെ ഉറപ്പിച്ചത്. അതുകൊണ്ട് ഇനി സ്വന്തം ഗുരുവിനെ ഉറപ്പിക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് കയറും. അങ്ങനെ ഗുരുവിന്റെ അനുഗ്രഹം മേടിച്ച് കുളിച്ച് കുട്ടപ്പനായിട്ട് ദേഹത്ത് വന്ന പൗഡറും വാരി പൂശി നീ കുളിച്ചിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞ് ഗുരുവിന്റെ കൂടെയുള്ള ഗുരുക്കന്മാര് ബാലയെ ഒന്നുകൂടെ കുളിപ്പിക്കും. എന്നിട്ട് ആളറിയായിരിക്കാൻ വേണ്ടി പിന്നെ പൗഡർ വാരി പൂശിട്ട് നമ്മുടെ ബാലയെ തപസ്സിൽ അങ്ങ് മുഴുകും. അങ്ങനെ നമ്മുടെ ബാലയെ തപസ്സിൽ അങ്ങ് മുഴുകി കഴിയുമ്പോൾ ബാലയുടെ ഗുരുവും ഗുരുവിന്റെ കൂടെയുള്ള ഗുരുക്കന്മാരും നൈസിനങ്ങ് വലിയത് മാത്രം പോരാഞ്ഞിട്ട് അവന്റെ ഒരിക്കലും പുറത്തു വരണമെന്ന് വിചാരിച്ചിട്ട് ആ ഗുഹ അങ്ങ് മൂടും. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചൈനയുടെ ആർമിയിലെ ഒരു ഹെഡ് ഓഫീസർ സ്ലോ മോഷനിലൊക്കെ നടന്നു വന്നിട്ട് ബൈനോക്കുലറിൽ കൂടി എന്തൊക്കെയോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് അവർ ആർമിയിലുള്ള ഒരു ഓഫീസർ സാറിന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അറിയിക്കുന്നു. അങ്ങനെ ആ പുള്ളിക്കാരൻ തന്റെ മകൻ എത്ര പേരെ കൊന്നിട്ടാടാ മരിച്ചെന്ന് ചോദിക്കുമ്പോൾ ആരെ കൊന്നിട്ടൊന്നുമില്ല, ഒരൊറ്റ ഇടി തന്നെ സാറിന് മുൻ ചത്തെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോ അങ്ങാർക്ക് വെറി പിടിച്ച് ഇന്ത്യൻ ആർമിയെ മൊത്തം തീർക്കണം. ആ വെറി പിടിച്ച് അങ്ങാർ ഇവിടെ ചെന്ന് കയറി ആരോ ചെന്ന് കാണുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴോ ഈ ആർമി ഓഫീസർ കാണാനിരുന്ന ആള് കൂട്ടത്തോടിരുന്ന് ഭഗവത്ഗീത വായിക്കുന്നു. ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. നമ്മുടെ ആർമി ഓഫീസർ അന്വേഷിച്ചു വന്ന പുള്ളി ഇത് ഭഗവത്ഗീത വായിക്കുന്നു. ഒന്നെങ്കിൽ ഒരാൾ വായിച്ചിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ വായിക്കുന്ന ആള് ഉറക്കിയൊന്ന് വായിച്ചാൽ പോരെ, എന്തിനാണോ എല്ലാവരും കൂടി ഇരുന്ന് വായിക്കുന്നത്? അങ്ങനെ നമ്മുടെ ആർമി ഓഫീസർ ഇങ്ങനെ ഒന്ന് തീർ വിളിക്കണ്ടാ, നീ ഇങ്ങനെ ഭഗവത്ഗീതയൊക്കെ വായിച്ചോണ്ടിരിക്കും, ഇങ്ങനെ നമുക്ക് ഇന്ത്യ ഒന്ന് തൊടാൻ പോലും പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെ കേട്ടിരിക്കുന്ന നമ്മുടെ പുള്ളി എഴുന്നേറ്റ് വന്നിട്ട് എടാ മരക്കഴുതേ, ഇന്ത്യക്കാരുടെ ദൈവവിശ്വാസം കളഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതിനു വേണ്ടിയുള്ള പ്ലാൻ അവർ തയ്യാറാക്കുന്നു. ആ പ്ലാൻ എന്തെന്ന് വെച്ചാൽ ഒരു വൈറസ് ഉണ്ടാക്കിയിട്ട് ആ വൈറസിനെ ഇന്ത്യയിൽ മൊത്തം പടർത്തും. ഇതിലൂടെ നമ്മുടെ കൊറോണ വൈറസ് ഡയറക്റ്റ് ഇങ്ങനെ അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാലയുടെ സിനിമയിൽ കൊറോണയ്ക്ക് ഒരു ക്യാമിയോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചു ബാലയുടെ ഇൻട്രോ എവിടാന്ന് നോക്കിയാ കഞ്ചാവ് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അത് തടയാൻ വേണ്ടി ഗവൺമെന്റുകാരൊക്കെ പോയെങ്കിലും പോയമാരല്ല ഇവന്മാർ അങ്ങ് അടിച്ചു നൂത്തങ്ങ് വിട്ട്. ആ അടിച്ചു കെട്ടിയിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്ന് ഒരു കോൾ പോകും. ആർക്ക്? നിങ്ങളവർ ആർക്കായിരിക്കും? ഈ പ്രശ്നങ്ങളൊക്കെ 1 hour ക്ലിയർ ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരാൾ. 3 times unbeatable, unstoppable. വേറെ ആര്? നമ്മുടെ ബാലയ്യ. പുള്ളി വരുമ്പോ തന്നെ എന്നൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് വണ്ടിക്ക് ബ്രേക്കും ഇല്ലാത്തോണ്ട് ചാടി ഇറങ്ങും. പിന്നെ ബാലയ്യ വന്ന വണ്ടി പുള്ളി ഒന്ന് 2 വട്ടം പ്രദക്ഷിണം ചെയ്തിട്ട് എനിക്കിതൊന്നും കാണാൻ വയ്യെന്ന് പറഞ്ഞ അപ്രതീക്ഷയാവും. അത് കഴിഞ്ഞിട്ട് ബാലയ്യ ഗ്രാവിറ്റിക്ക് വിശ്രമം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. ബാലയ്യ അമാറ എല്ലാം പരിപ്പെടുക്കും. പക്ഷെ ഇതെല്ലാ ബാലയ്യ പടത്തിലും പോലെ അങ്ങനത്തെ അടിയല്ല, കുറച്ച് വെറൈറ്റിയാണ്. വില്ലന്മാരല്ല നമ്മൾ കളിക്കുന്ന ക്രിക്കറ്റ് ബോൾ പോലെ കിടന്ന് കുതിക്കുന്നത് കാണാം. പിന്നെ ഒരുത്തന്നെ കഴുത്തെ പിടിച്ചിട്ട് അവനെ കൊണ്ട് എല്ലാവരും അടിപ്പിക്കും. അവന്റെയൊക്കെ ഒരു അവസ്ഥയെ അങ്ങനെ വില്ലന്മാരെല്ലാം ബൗൺസ് ചെയ്ത് അടിച്ച് പരത്തിയിട്ട് കഞ്ചാവിനെ പറ്റി പാനിന്റെ ലെവലില് 4-5 ഭാഷയിൽ ഒരു ക്ലാസ് അങ്ങോട്ട് എടുക്കും. ಎಲ್ಲಾದರೇನು ಎಂದಾದರೇನು ಎಂದೆಂದಿಗೆ ಕನ್ನಡ ವಾರಿಗೂ ಕನ್ನಡ ಎಂದು ಕೃಷ್ಣದೇವರಾಯ ಹಾಗ ವೀರ ಎಡಮಣಿ ಕಂಠೀರವ ರಾಜಕುಮಾರ ಹಾಗ ಧೀರ ಯಾರ ಮೇಲೆ ಕೈ வைக்கிற உன்னை கொன்னிடுவேன் கொன்னிடு ಪ್ರಿಯಾಟಿ ದಿಕ್ಕಲೆ ಕೊನ್ನಿಡು ತಿರುಪುರ್ಕರ ನಾಯೆ ಕತ್ತಾದೆ ಕೊನ್ನಿಡುವೆ ಅಬೆ ಚುಪ್ मुंबई और महाराष्ट्र के बारे में तेरे बाप से भी ज्यादा जानता हूं मैं माला है इस देश का उजाला है. മറ്റേ പാനിന്റെ ഡയലോഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത മാസിന് പുറത്തൊന്നും ആരും കൈയടിക്കണ്ട, ഞാൻ തന്നെ പടത്തിൽ കൈയടിക്കാൻ വേണ്ടി ആളെ ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പാർട്ടിൽ ബാലയുടെ വൈഫ് ഡെഡ് ആയെങ്കിലും പുള്ളിയുടെ മകൾ ഇപ്പൊ പഠിച്ചു വലുതായി രാമായണമൊക്കെ വായിച്ച് ഇന്ത്യക്ക് വേണ്ടി ഒരു കവചം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സയനിസ്റ്റ് ആയി മാറിപ്പോയി കുട്ടി. പിന്നെ ബാലയുടെ മോളുടെ സീനിയറായിട്ട് വരും സംയുക്ത. ഇതെല്ലാം കഴിഞ്ഞ് ബാലയുടെ മൂക്ക് ബാലയെ കാണാൻ വേണ്ടി നാട്ടിൽ പോകണം തോന്നും. അപ്പൊ നമ്മുടെ സംയുക്ത ഉണ്ടല്ലോ, ബാലയുടെ കൂടെ ഒരു ഐറ്റം ഡാൻസിന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കൂടെ അങ്ങ് പോകും. മോള് നാട്ടിലോട്ട് തിരിച്ചു വരുന്നെന്ന് പറഞ്ഞ ബാലയ്യ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു ബാലയ്യ മോക്ക് വേണ്ടി വിഭവ സമൃദ്ധമായ ഒരു സദ്യ അങ്ങോട്ട് ഉണ്ടാക്കും. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ടോ, കുറച്ചുകൂടി പിടിച്ചിട്ടുള്ളൂ. ഇതിൽ മസാല പിടിച്ചിട്ടില്ല. ഞാൻ മസിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല, മസാല. മൂപ്പര സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാമായണമൊക്കെ വെച്ച് സയന്റിസ്റ്റ് ആയ ബാലയുടെ മോള് പുറകെ കൂടെ വന്ന് ബാലയെ കെട്ടിപ്പിടിക്കുന്നത്. ഇതെന്താ ബാലയുടെ സ്റ്റാച്ചു കൊണ്ട് വെച്ചേക്കുന്ന? അങ്ങനെ നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അത് പുള്ളിയുടെ മോള് വന്നതിന്റെ ഷോക്കിൽ അങ്ങനെ നിന്ന് പോയതാടാ. എന്റെ പൊന്നു ബാലയ, നിങ്ങളോട് അഭിനയിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ ജീവിക്കല്ലേ. അങ്ങനെ മോള് വന്ന സന്തോഷത്തിൽ നമ്മളെ ചെറിയ ബാലയാണെങ്കിലോ പകല് പാനിന്റെ ലെവലിൽ ലഹരിക്കെതിരെ സംസാരിച്ചിട്ട് രാത്രി ആകുമ്പോഴോ മോളുടെ സീനിയറിനോട് 2 അടിച്ചിട്ട് നേരെ ഒരു ഐറ്റം ഡാൻസിന് അങ്ങ് പോകും. അതിനിടയ്ക്കൂടെ പുള്ളിക്കാരന്റെ സ്ഥിരം കലാപരിപാടി 2 കസാരയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. അതിലെന്താ ഉദ്ദേശിച്ച് തമ്പുരാൻ അറിയാം. അങ്ങനെ നമ്മുടെ ബാലയ്യ ഇവിടെ കിടന്ന് പൊളയണ ടൈമിലാണ് ചൈനക്കാര് വന്ന് കുംഭമേളയുടെ ഇടയ്ക്ക് വന്ന് കൊറോണ വൈറസ് ഒന്നങ്ങ് പടർത്തും. आज रात
12 बजे से संपूर्ण लॉकडाउन होने जा ഗംഗയിൽ വൈറസ് പടർത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിൽ മൊത്തം അങ്ങ് ലോക്ക്ഡൌണും പ്രഖ്യാപിക്കും. അതോടുകൂടി ഇനി ദൈവമൊന്നുമില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒന്നങ്ങ് രക്ഷിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ ചൈനക്കാരുണ്ടല്ലോ വില്ലന്മാര്, അവന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞു പടർത്തു. ഇതൊക്കെയാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്ത പ്ലാൻ. ഇതൊക്കെ കണ്ടിരിക്കുന്ന ഒരു മൊണ്ണ പ്രൈം മിനിസ്റ്റർ ഉണ്ട് സിനിമയിൽ. സാർ ബയോവാർ തുടങ്ങി സാർ. ഓ എപ്പോ സാർ ചൈനക്കാരാണ് ഇട്ടത്. അവരെന്നിട്ട് നാട്ടിൽ ദൈവമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈശ്വര ഇതിനെന്തോ ഒരു പ്രതിവിധി ഹോമം വേണം. ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമയിലെ പ്രൈം മിനിസ്റ്റർ പറയുന്നത്. അല്ല പാല എങ്ങനെ പ്രൈം മിനിസ്റ്ററിനെ താഴ്ത്തി കിട്ടുന്ന സെൻസർ ബോർഡ് കണ്ടില്ലേ? ഇവന്മാര് ജനനായകനോടത്തല്ലേ എട്ടിന്റെ പണി. ഭക്തിപടം ആയതുകൊണ്ട് ഏത് പ്രൈം മിനിസ്റ്ററിനെ എടുത്തലക്കാം അല്ലേ? അങ്ങനെ ബയോവാർ തുടങ്ങി PM അടക്കം പകച്ചു പോയിരിക്കുന്ന സമയത്താണ് നമ്മുടെ കൊച്ചു ബാലയുടെ മോള് വൈറസിനെതിരെ ഒരു മരുന്ന് അങ്ങ് കണ്ടുപിടിക്കും. ഇവര് ഈ മരുന്ന് ഉണ്ടാക്കിയ സമയത്ത് തന്നെ നമ്മുടെ മാർക്കോയിലെ വില്ലന്റെ അനിയൻ അത് അറിഞ്ഞിട്ട് അത് നശിപ്പിക്കാനായിട്ട് വരും. ഇവന്മാരെങ്ങനെ അറിഞ്ഞ് വില്ലന്മാരൊന്ന് സംയുക്തയും കൊന്ന് കൂടെ ഉള്ളതിനെയും കൂടെ തട്ടിയിട്ട് ആ വാക്സിൻ നശിപ്പിക്കാൻ വേണ്ടി ബാലമോളുടെ പുറയിൽ അങ്ങ് പോകും. നമ്മുടെ ബാലമോളാണെങ്കിൽ ഒരുപാട് ദൂരം പോകേണ്ടതുകൊണ്ട് സയന്റിസ്റ്റിന്റെ ഡ്രസ്സും മാറി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് രാജസ്ഥാൻ മുതൽ ഹിമാലയം വരെ ഒരൊറ്റ ഓട്ടമാണ്. ആ വൈറസിനെ നശിപ്പിക്കാനുള്ള മരുന്ന് ഇപ്പോഴും കയ്യിലുണ്ട്. അങ്ങനെ അവള് വീഴുന്നു, അവന്മാര് വണ്ടി ഇറങ്ങുന്നു, അവളെ കിട്ടിയെന്ന് ഫോണിൽ വിളിച്ച് പറയുന്നു. വില്ലന്മാര് ഫുള്ള് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് അത് നടന്നത്. പണ്ട് ഒളിവിന് പോയ മൂത്ത ബാലയ ഉണ്ടല്ലോ, തപസ്സൊക്കെ കട്ട് ചെയ്തിട്ട് തന്റെ അനിയനെ മോളെ രക്ഷിക്കാനായിട്ട് ഒരു ഉൾക്കട പുറത്ത് കയറി അങ്ങ് വരും. ഇനി സിനിമ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് അടുത്ത പാർട്ടായിട്ട് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിപ്പോ തന്നെ 6 മിനിറ്റോളം ആയതുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ടി നിർത്തിയത്. സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെല്ലൈക്കൺ ഓണാക്കി വെച്ചേക്കുക. പിന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നാളെ ഇതിന് സെക്കൻഡ് പാർട്ടുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.